മറ്റൊരു ഇജ്തിഹാദിയായ കാര്യം, ഗവേഷണം ചെയ്തുകൊണ്ട് കണ്ടെത്താവുന്ന കാര്യങ്ങൾ. ഇപ്പം നബിയുടെ കാലത്ത് ഇല്ലാത്ത ഒന്ന് ഇപ്പം ഉണ്ടായി. ഇപ്പോൾ തെങ്ങും കള്ള്. നബിയുടെ കാലത്ത് തെങ്ങിന് കള്ളുണ്ടോ? ഇല്ല, അത് മുന്തിരിക്കള്ളാണ്. മുന്തിരിക്കള്ള് പാടില്ല എന്ന് വ്യക്തമായി ഹദീസിലുണ്ട്. ഒരു തെങ്ങിൻ്റെ കള്ള് പാടില്ലാതെ ആയത്തെ ദിവസം ഉണ്ടോ? ഇല്ല, ആയത്തെ ദിവസം ഇല്ല. അതുകൊണ്ട് ആ ആയത്തെ ദിവസം ഇല്ലെങ്കിൽ ഞാനേ കുടിക്കും എന്ന് പറഞ്ഞാലോ? അത് തെങ്ങിൻ്റെ കള്ളില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കള്ള് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കള്ളും അതിൽ ഉൾപ്പെടും. എന്തുകൊണ്ട് കള്ള് പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്ത്? അത് വ്യക്തമാണ്. ലഹരി ഉണ്ടാക്കുന്നു എങ്കിൽ ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധം. അപ്പം ഇത് ലഹരി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. ഇത് ലഹരി ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് പാടില്ല. ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ വരും. അതാണ് കർമ്മശാസ്ത്രത്തിൻ്റെ ഏരിയയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചർച്ചകൾ. അപ്പം ചില വിഷയങ്ങൾ വ്യക്തമായ ആയത്തോ ഹദീസോ ഉണ്ടാവുകയില്ല, ചിലതിലുണ്ടാവും. ഏതായാലും അസ്ലു മസ്ലഹത്താണ്. ഇത് മനസ്സിലാക്കിയേക്കുക. ദീനിൻ്റെ അസ്ലു ഉദ്ദേശം മസ്ലഹത്ത്, മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ, അതാണ് അടിസ്ഥാന ലക്ഷ്യം. ആ മസ്ലഹത്തുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ നിയമങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ